ധനഹ 7-ാം ബുധൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ഉപവാസത്തെക്കുറിച്ച് തർക്കം, നിയമാനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും. ദൈവസന്നിധിയിൽ നീതീകരണമാകും എന്ന് ചിന്തിച്ചിരുന്ന യഹൂദ സമൂഹത്തോടുള്ള അസഹിഷ്ണുതയാണ് ഇന്നത്തെ ചിന്താവിഷയം. ദൈവത്തിന്റെ വിശാല മനസ്കതയെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. യേശു ചെയ്യുന്ന അസംഖ്യം നന്മ പ്രവർത്തികൾ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവദൂഷണവും നിയമലംഘനവുമാണ്. നന്മ പ്രവർത്തികളിൽ പോലും പല രീതിയിലുള്ള മുൻവിധിയും ചിട്ടവട്ടങ്ങളും ആരോപിച്ച് അവയെ വിമർശന വിഷയമാക്കുകയാണവർ. അതിന്നും നമുക്ക് ചുറ്റും നടമാടുന്നുണ്ട്. ഇന്ന് ഭക്ഷണപ്രിയൻ എന്ന ആരോപണമാണ് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പൈശാചിക ശക്തികളെ പോലും അക്ഷരാർത്ഥത്തിൽ വ്യഗ്രചിത്തനാക്കിയവൻ കേവലം ഭക്ഷണ വിഷയത്തിൽ ആർത്തി കാണിക്കുന്നുവെന്നതിനേക്കാൾ വലിയ പരിഹാസമില്ല. ഇനി അഥവാ നിരന്തരം പട്ടിണിയിലായിരുന്ന ശിഷ്യർ അല്പം കൂടുതൽ ഭക്ഷണത്തോട് താല്പര്യം കാണിച്ചിരുന്നുവെങ്കിൽ തന്നെ താനാകുന്ന മണവാളൻ കൂടെയുള്ളതിന്റെ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നത് ഒരു സ്വാഭാവിക വിഷയം മാത്രം. പഴയ നിയമമാകുന്ന പഴന്തുണി പുതിയ നിയമ തുണിയോട് തുന്നിച്ചേർക്കാൻ സാധ്യമല്ല. അതുപോലെ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കാനും കഴിയില്ല. യേശുവും യേശുവിന്റെ പുതിയ പഠനങ്ങളും നിലപാടുകളും പഴയ നിയമത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പുതിയ നിയമങ്ങളാണ്. പഴയ നിയമസന്തതികൾക്ക് അവയെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുകയില്ല എന്നതാണ് ഇന്നത്തെ പ്രകോപനത്തിന്റെ അടിസ്ഥാനം.